ഹലോ, അപ്പുകുട്ടീസിന്റെ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ ഒരു ചലഞ്ച് ആണ്. നമ്മൾ ഇതുവരെ ചലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ചലഞ്ച്? മലയാളം മാത്രം സംസാരിക്കാം. യെസ്, ഇന്ന് നമ്മള് മലയാളം ഇന്നല്ല, കുറച്ച് സമയം. അപ്പൊ നമുക്ക് സമയം നമ്മള് ഒരു കുറച്ച് സമയത്തുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കല്ല, മലയാളം മാത്രം ഇന്ന് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാനേ പാടില്ല. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കയറി വരുമല്ലോ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല, മലയാളം സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോ നമ്മുടെ ചലഞ്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് ബാങ്കിലേക്കാണ് കേട്ടോ. ബാങ്ക് വരെ ഒന്ന് പോണം. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി മലയാളം മാത്രം, ആംഗലേയ ഭാഷ സംസാരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ? അയ്യോ, ഇവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ പോയിട്ട് വരാം. താക്കോല് അതുമില്ലേ? വണ്ടി മിണ്ടോ? അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ധനകാര്യ വിനിമയം. എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ പേര്. അവിടേക്ക് പോയിട്ട് വരാം. ഈ ഫോൺ വെച്ച വണ്ടിയില് ഇതിന്റെ നമ്മൾ ഈ ഇരുചക്ര വാഹനത്തിലാണോ പോണേ? അതെ, എന്റെ ഇരുചക്ര വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. വേഗം കേറ് കേറ് കേറ്. അങ്ങനെ നമ്മൾ ആ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നു. നടന്ന പടികൾ കടലുകയാണ്. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. യന്ത്രം വെച്ചിട്ട് പണ്ടങ്ങോട്ട് കുറച്ചാട്ടാ. അങ്ങനെ ഇവിടുത്തെ പണമിടപാട് കഴിഞ്ഞു പോവുകയാണ്. ഇനി പോവാം, വാ. അങ്ങനെ ഭയങ്കര ചൂട്. അപ്പൊ ചൂട്ടത്ത് അവരൊരു കുടിക്കാൻ എന്തെങ്കിലും പാനീയം വേണമെന്ന് പറയുന്നുണ്ട്. പാറു, എന്താ വേണ്ടേ? എനിക്ക് പാറുവിന് ഷാർജ എന്നു പേരുള്ള ഒരു പാനീയമാണ് വേണ്ടത്. നമുക്ക് പോയി കുടിക്കാം. അങ്ങനെ നമ്മള് എന്ത് കുടിക്കാനായിട്ട്? ഷാർജ കുടിക്കാനായിട്ട്, പാനീയം കുടിക്കാനായിട്ട് പട്ടിക്കാടുള്ള ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പാനീയം കുടിച്ചിട്ട് ഈ സംഭവം നിറച്ച് ഈ സംഭവമാണ്. അതെ, അച്ചു ഇതിന്റെ പേരെന്താ? അച്ചു ഇതിന്റെ പേരെന്താ? അതിന്റെ പേര് ഒരു സംഭവം. സ്ട്രോബെറി, ഒരു ഷാർജ. അച്ചു എന്താ ചെയ്യണ? ഏത് പാനീയം? ഒരു പാനീയം പറഞ്ഞിട്ടുണ്ട്. ആ പാനീയം വരട്ടെ, എന്നിട്ട് മതി അടുത്ത പാനീയം. പാനീയം വന്നു, കുടിക്കട്ടെ. പാനീയം നല്ല ടേസ്റ്റാ. അങ്ങനെ എന്റെ പാനീയം കഴിഞ്ഞു. അമ്മ എന്റെ പാനീയം കുടിച്ചു. എന്തിനമ്മ പാവന്റെ പാനീയം കുടിച്ചു?
നല്ല സ്വാദ്. ഒരു സ്വാദ്. ഇനി വീട്ടിൽ പോയിട്ട് ചോറിന. അയ്യോ, തണുപ്പിൽ നിന്ന് പുറത്തേക്ക് ഭയങ്കര ചൂടാന്ന് പറയും. താക്കോലിതാ. ഇരുചക്രം എടുക്ക, ഇരുചക്രം. ഇനി നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക്. അയ്യോ, ഭയങ്കര ചൂടായി, ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മള് വീടെത്തി. നട്ടുച്ച സമയം, ഭയങ്കര ചൂട്, മുഖമൊക്കെ നീറുക. വെയിലത്തൊക്കെ പണിയെടുക്കണവരെ സമ്മതിക്കണല്ലേ. ഓ പാറുവാ. അങ്ങനെ നമ്മൾ അകത്ത് കയറട്ടെ കേട്ടോ, അത്രയും ചൂട്. അകത്ത് കയറട്ടെ. അപ്പൊ നമ്മുടെ മാതൃഭാഷ സംസാരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. അച്ചു ഒന്നും പറയണില്ല. അച്ചു പറയ്. അച്ചു പേടിച്ചിട്ട് പറയണ്ടിരിക്കുക. പറയ്. ഞാൻ എന്ത് പറയാനാ? കുടിച്ച പാനീയം എങ്ങനെ ഉണ്ടായിരുന്നു? കുടിച്ച പാനീയം വളരെ മനോഹരമായിരുന്നു. മനോഹര. കഴിച്ചു നോക്കിയില്ലേ? വളരെ സ്വാദുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് ചോറുണ്ണണം. അപ്പൊ കുറച്ച് കഴിയട്ടെ. എന്തൊക്കെയാന്ന് കൂട്ടാൻ വെച്ചോ? കൂട്ടാൻ ചെമ്മീൻ വറുത്തത്, പിന്നെന്താ സാമ്പാറ്, പിന്നെ ക്യാരറ്റ് പുളിഞ്ചി ഉണ്ടാക്കിയില്ലേ? അതൊക്കെ ഉണ്ട്. അതാരാ വരണേ നോക്കൂ. ആരാ? അച്ഛൻ വരുന്നുണ്ട് ചോറുണ്ണാൻ. വാ, ഇറങ്ങ്. അച്ഛനെ നമുക്ക് അച്ഛനുള്ള കുറച്ച് സമയത്തേക്ക് ഈ ഒരു വെല്ലുവിളി കളിയിൽ പങ്കെടുപ്പിക്കാം. മാങ്ങ പൊട്ടിക്കാൻ ആൾക്കാർ വന്ന് അവർക്ക് മാങ്ങ കൊടുത്തു. മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മാങ്ങ മലയാളമല്ലേ? മാങ്ങ മലയാളമാണ്. ഇനി അങ്ങോട്ടും മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കുറച്ച് സമയത്തേക്ക്. ഞങ്ങൾ കടയിൽ പോയി പാനീയം കുടിച്ചു. ഷാർജ പാനീയം. ഭഗവതി, അങ്ങേക്ക് ലേശം ഭക്ഷണം ചോറ് തരൂ. ചോറ് തരാം. അപ്പൊ അകത്തേക്ക് പോകാം. പോകാം അകത്തേക്ക്. ചോറ് തായോ? ചോറ് തരാം. അച്ഛൻ ജലം വേണമെന്ന്. അച്ഛന് ജലം വേണമെന്ന്. വെള്ളം പറഞ്ഞാൽ മതി. അല്ല, ജലം. അച്ഛന് ജലം വേണം. എത്ര ജലം വേണം അച്ഛന്? 2 ജലം. 2 ജലം. ഏത് പാത്രത്തിലാ വേണ്ടത്? മനസ്സിലായി. ഗ്ലാസ്. അയ്യോ, ക്ഷമിക്കണം. പറഞ്ഞേ ബുദ്ധിയുള്ള കുട്ടിയാ. ബുദ്ധിമതിയായ പാറു. ബുദ്ധിണ്ട്. ചോറ് വിളമ്പട്ടെ. ചോറുണ്ടാണ്. അപ്പൊ സാമ്പാറ്. ഇതെന്താ? ഇത് ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരി, ചെമ്മീൻ വറുത്തത്, സവോള വഴറ്റിയത് അല്ലെങ്കിൽ വാട്ടിയത്. ഇത് അച്ചുവിന്റെ ചമ്മന്തി, വെറുതെ സവോളയും മുളക് പൊടിയൊക്കെ ഇട്ടത്. വെള്ളം. ഇത് സാമ്പാർ. ചെമ്മീൻ വറുത്തത് ഇഷ്ടായ? അടിപൊളി അല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ. അതിന് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. അതാണ് കേട്ടാ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാല്ലേ? യെസ്. അയ്യോ, പെട്ടെന്ന് വരിക. എന്നാലും 2-3 പ്രാവശ്യല്ലേ ഇപ്പൊ ആംഗലേയ ഭാഷ വന്നുള്ളൂ. അച്ചു അധികം സംസാരിക്കണില്ല കേട്ടാ. അച്ചു സംസാരിക്കേ. അപ്പൊ വരും. എന്നോട് ചോദ്യം ചോദിക്കും, ഞാൻ സംസാരിക്കാം. ചോദിക്കാലോ. സുഖമാണോ? സുഖമാണ്. പട്ടിക്കാട് പോയോ? പട്ടിക്കാട് പോയി. എന്താ കഴിച്ചത്? പാനീയം. ഏത് വണ്ടിയിലാ പോയത്? ഇരുചക്ര വാഹനത്തിൽ. അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടു. അച്ഛൻ എവിടെയാ? അച്ഛൻ കിടന്നുറങ്ങുന്നു. പഠിക്കാനൊന്നുമില്ലേ? പഠിക്കാനൊന്നുമില്ല. ഇത്ര നേരം എന്താ ചെയ്തിരുന്നേ? ഇത്ര നേരം വെറുതെ നടക്കുന്നു. വെറുതെ നടക്കണ്ട, അങ്ങനെ പോയി പഠിക്കേ. എന്നോട് പഠിക്കാൻ പറഞ്ഞു അമ്മ. അതിന് ശരി, പഠിക്കാൻ പറയുവാ. പോയി പഠിക്കി.
മാർക്ക് കിട്ടട്ടെ. പത്താം ക്ലാസ് ആണെന്നുള്ള വിചാരം വേണം പറഞ്ഞേ. മാർക്ക് അയ്യോ 10ാം തരമാണെന്നുള്ള വിചാരം വേണം. 10ാം തരം. എത്ര പ്രാവശ്യം ആയിരുന്നപ്പോ? 4 4 അഞ്ച് 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 അല്ല പറ 5 പറയ്. 5 5 അച്ഛൻ്റെ ആ 5 5 5 ഞാൻ ശരിക്കും ഇവരോട് കമന്റ് ചെയ്യാൻ പറയാം. 5 ആണോ 4 ആണോ എന്ന് കമന്റ് ചെയ്യാൻ പറയാം. അച്ചുചേട്ടൻ 2 പ്രാവശ്യം ആംഗലേയ ഭാഷ പറഞ്ഞു ഇപ്പൊ. അപ്പൊ നമ്മള് രണ്ടുപേരും തുല്യായിട്ട് ഞാൻ 1 പ്രാവശ്യമല്ലേ പറഞ്ഞല്ലോ എപ്പോ ഇപ്പൊ. അല്ല ഇപ്പൊ ഏതാ ഞാൻ രണ്ടാമത് 2 പ്രാവശ്യം പറഞ്ഞത്? ഏതാ? ഗൈസ് പറഞ്ഞു. അച്ചുചേട്ടൻ എടുത്തു പറഞ്ഞു. അച്ചു വീണ്ടും വീണ്ടും ഞാൻ പറയാല്ലേ ചൂലൊന്നും എടുത്തോണ്ട് വന്നേ. വായല് വെല്ലടല്ലേ. ചൂലിൽ തുറക്കമ്മക്ക് എന്താണ് കുട്ടി? എന്താ ചെയ്യുന്നേ? ഞാൻ കോളിഫ്ലവർ വറുക്കാണ്. കോളിഫ്ലവറിന് മലയാളം ഉണ്ടോ? കോളിഫ്ലവറിന് അങ്ങനെ പറഞ്ഞാ മതി, കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മ വന്നൂല്ലേ? അച്ഛൻ വന്നു. കോളിഫ്ലവർ വറുത്തത് അങ്ങനെയുണ്ട് നമ്മുടെ മലയാളം വെല്ലുവിളിക്കളി. കാലത്തോട്ട് ആരംഭിച്ചൂല നമ്മള്. പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങി, അത് കാരണം പിന്നെ കുറെ രക്ഷപ്പെട്ടു. ഇപ്പൊ വീണ്ടും എഴുന്നേറ്റ് വന്നു. കോളിഫ്ലവർ വറുക്കാണ്. നമുക്ക് ഇനി വേറെ ദിവസം വേറെ ഭാഷകൾ ചെയ്യാട്ടോ. നമുക്ക് കുറെ ചലഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യും. അതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടണേ. ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യാം. പറ്റാവുന്ന കമന്റുകള് നമ്മൾ ചെയ്യാം. കട പോണല്ലേ? പോണം. വൈകുന്നേരം പോവാം. അപ്പൊ ചായ കുടിച്ചിട്ട് പോണം. പിന്നെ രാത്രിയാവൂല്ലോ വരുമ്പോ. ആരോടെ കിടക്കുന്നുണ്ട്. എന്റെ ഫോൺ എടുത്തിണ്ട് ഓതാണ് എനക്ക്. യന്ത്രം. അതിനെന്താ പറയാ മലയാളത്തില്? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ യന്ത്രമില്ലേ, അതിൽ പാറു കളിക്കുകയാണ്. അതെ 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 അതെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ നല്ല സ്വാദാണ്. നല്ല സ്വാദുണ്ട്. അച്ഛമ്മ അച്ഛമ്മ കോഴിപ്പവർ തിന്നോ? കഴിച്ചോ? അതുണ്ട്. നല്ല രസമുണ്ട്. ജലം കുടിക്കാണോ? പാറു പറഞ്ഞ പോലെ ജലം കുടിക്ക. അച്ഛന് 1 ഗ്ലാസ് ജലം വേണം. രാവിലെ ഒരു മാങ്ങ പൊട്ടിച്ചോണ്ടോയില്ലേ? മാങ്ങ കൊടുത്തു. മാങ്ങ പൊട്ടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അവര് കഷ്ടപ്പെടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഗ്ലാസ് മാങ്ങ പനിയ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവരെന്നോട് പറയണേ, ചേച്ചിയെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി വെയിലത്ത് നിന്നിട്ട് എന്നാലും ഒരു പാത്രം പാനീയം തരാൻ നിങ്ങൾക്ക് തോന്നിയില്ലോ? എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, അടുത്തത് ഒരു ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് അവര് പറയാനോട്. അപ്പൊ അവര് അച്ഛനെ കണ്ടില്ല, പാറ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ഒരു പാത്രം പാറു വന്നോ? പാറു നിന്ന കോളിഫ്ലവർ അമ്മയുടെ മുത്തിന്. ഇംഗ്ലീഷ് പറയരുത്. ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ലേ ഞാൻ? അയ്യോ. അച്ചു ആംഗലേയ ഭാഷ കുറെ തവണയായി ഉപയോഗിക്കുന്നു. പാറു ഭയങ്കര ചുമ ആംഗലേയനാ?
ആംഗലേയ ഭാഷ എന്നാണ് പറയാ. എന്തിനെ? ആംഗലേയ ഭാഷേനെ. കഴിഞ്ഞില്ല ഇതുവരെ. വിശക്കണോ? കുറച്ച് വെളിച്ചെണ്ണയിലല്ലേ വറക്കണേ. ഇനി ഒരു ദിവസം ഫുള്ള് ആംഗലേയ ഭാഷ പറയാട്ടോ നമുക്ക്. ഇനി ഒരു ദിവസം ഫുള്ള് ആംഗലേയ ഭാഷ. എന്തേ? ഒരു ദിവസം അയ്യോ ആ, രണ്ടുപേര് അച്ചു പറഞ്ഞ് ഞാൻ പറയും. ഈ അച്ചു എന്നെ തെറ്റിക്കാൻ പറയും, എന്നിട്ട് അത് ഞാൻ റിപ്പീറ്റ്. അടുത്തത് വേണ്ടേ? ഇപ്പൊ എത്ര ഞാൻ കഴിച്ചോളാം. പ്രാവശ്യം നമ്മൾ ആംഗലേയ ഭാഷ പറഞ്ഞിട്ടുണ്ടാവും? അങ്ങനെ ഈ മാതൃഭാഷ മാത്രം സംസാരിച്ചുകൊണ്ടുള്ള ഈ ഒരു ചിത്രീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കടയിൽ പോവാണ് കേട്ടോ, ഇനി രാത്രി വരുള്ളൂ. അപ്പൊ ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊരു 100% വിജയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ല അച്ചുമോനെ? അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചലഞ്ച് ആയിരുന്നു ഇത്. നിങ്ങള് ഇനി ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചലഞ്ച് പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എത്ര ശതമാനം വിജയമാണ് നമുക്ക് അറിയില്ലെങ്കിലും ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.